പരിശുദ്ധരായ സഹാബ കിറാം റളിയല്ലാഹു അൻഹും ബദറിന്റെ രണാങ്കണത്തിലേക്ക് അങ്ങ് കടക്കുമ്പോ അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു ദിക്ർ ഏതാണ്? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. വളരെ ഈമാനിന്റെ മാധുര്യമുള്ള ഒരു ദിക്റാണത്. ഈമാനിന്റെ പ്രതിഫലം കിട്ടുന്ന ദിക്റാണത്. ആ പോരിശയേറിയ പവിത്രമായി കുപ്പെട്ട ഈ ഉള്ള ദിക്ർ ഒരാൾ ചൊല്ലിയാൽ അവന് ഏതു വലിയ പരീക്ഷണങ്ങൾ വന്നാലും, അതിന് കുടുംബജീവിതത്തിലായാലും, അതിന് മറ്റുള്ള ഏതെങ്കിലും മേഖലകളിലാണെങ്കിലും, ഏത് വലിയ സങ്കടങ്ങളും പരീക്ഷണങ്ങളും താങ്ങാൻ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. നമ്മൾ ഏതെങ്കിലും ഒരു പരാതിപ്പെടാൻ പോയാൽ, നമുക്കൊരു സങ്കടം വന്നാൽ നമ്മൾ ആദ്യമാരോട് പറയും, റബ്ബിനോട് ആദ്യം പരാതി ബോധിപ്പിക്കുന്ന എത്ര ആളുകളാണ്? നമ്മൾ പഠിക്കാനുള്ള വിഷയമാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ ആദ്യം നമ്മുടെ ഭർത്താവിനോട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളോട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയും എങ്ങനെയാണ് കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ കടം ചോദിക്കുകയാണ് ഒരാളോട്. അങ്ങനെ കടം ചോദിച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ട്, പക്ഷെ എപ്പോഴും റബ്ബിനോട് പറഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ പറയേണ്ടുന്നത് അല്ലാഹ്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്ക് സമ്പത്ത് തരുന്ന, നമുക്ക് ആരോഗ്യം തരുന്ന, നമുക്ക് ആഫിയത്ത് തരുന്ന, നമുക്ക് ഈമാനിന്റെ മാധുര്യം തരുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ അല്ലാഹ്, ആ റബ്ബിന്റെ സന്തോഷത്തിലൂടെയാണ് കടന്നു വരാനുള്ളത്. ആദ്യം പരാതി പറയേണ്ടുന്നത് റബ്ബിനോടാണ്. ആദ്യം നിങ്ങളുടെ ആ പരാതി ബോധിപ്പിക്കേണ്ടുന്ന റബ്ബിനോടാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവേ, ഞാൻ കടത്തിലാണ് പടച്ചോനെ, വിഷമത്തിലാണ് പടച്ചോനെ, മകളെ കെട്ടിക്കാൻ പ്രായമായി നിവർത്തിയില്ല റബ്ബേ, നിന്റെ ഖജനാവ് വിശാലമാണല്ല റബ്ബേ, നീ എല്ലാത്തിനും മതി റബ്ബേ, നീ എന്റെ ആപരാധികളെ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് റബ്ബിലേക്ക് ചോദിച്ചാൽ അല്ലാഹു തട്ടിക്കളയൂല്ല. ചോദിക്കേണ്ടുന്ന കോലത്തിലും ഭാവത്തിലും ഉമ്മമാരെങ്ങൾ ചോദിച്ചാൽ, വീടില്ലാത്ത എത്ര ആളുകളാണ്? എത്ര ആളുകളോട് പറഞ്ഞ് വീടില്ല, എന്താ ചെയ്യാ? റബ്ബിനോടൊന്ന് പറയാൻ നമുക്ക് സമയമില്ലല്ലോ. അള്ളാഹിനോട് പറയും ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യം, സഹോദരങ്ങളുടെ കാര്യം, മനസ്സിന്റെ സങ്കടത്തിന്റെ കാര്യം, മനസ്സിലുള്ള വേവലാദികൾ മുഴുവനും റബ്ബിനോടൊന്ന് പറയാമോ? അള്ളാഹുവിനോടങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് വിജയമുണ്ടപ്പോ 17 ദിക്ർ നിങ്ങൾ ചൊല്ലണം. രണ്ടാമത്തത് ഏതെന്നറിയുമോ? യാ അസീസു യാ അല്ലാഹ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട, അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽപ്പെട്ട ഒന്നാണ്, ഒരു ഇസ്മാണ് യാ അസീസ്. യാ അസീസ് അതൊരു വലിയ പോരിശയേറിയ ഒരു ദിക്റാണ്. മനസ്സിൽ മാറാത്ത ടെൻഷൻ ഉണ്ടെങ്കിൽ, മനസ്സിൽ മാറാത്ത ദുഃഖം ഉണ്ടെങ്കിൽ, എന്തെല്ലാം പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല, എത്ര കരഞ്ഞിട്ടും ടെൻഷൻ മാറുന്നില്ല, എത്ര വിഷമപ്പെട്ടിട്ടും മനസ്സിന്റെ ടെൻഷൻ അങ്ങോട്ട് മാറി കിട്ടുന്നില്ല. കൈകൾ ഉയർത്തണം. യാ അസീസ്, അല്ലാഹുവേ പടച്ചോനെ നീ മാറ്റിത്തരണേ അല്ലാ, നീ സങ്കടത്തെ മാറ്റണേ അല്ലാ, നീ വിഷമത്തെ മാറ്റണേ അല്ലാ, നീ ദുഃഖത്തെ നമുക്കൊരു മടി, പക്ഷേ നമുക്ക് മനസ്സ് വരുന്നില്ല. വേറെ എല്ലാത്തിനും നമ്മൾ ആക്റ്റീവാണ്. ഇങ്ങനെയുള്ള നന്മയായ കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നാളെ നമ്മൾ ചെയ്യാനുള്ള മൂന്നാമത്തെ ദിക്ർ, ഒന്നാമത്തെ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. രണ്ടാമത്തെ യാ അസീസു യാ അല്ലാഹ്. മൂന്നാമത്തെ ഏതെന്നറിയുമോ? റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ إذ هديتنا وهب لنا من لدنك رحمة ربنا لا تزغ قلوبنا بعد إذ هديتنا.
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം തന്നിട്ട് ഇനി ഞങ്ങളുടെ കൽബിൽ നിന്ന് അത് ഊരിക്കളയല്ലേ റബ്ബേ. റമളാൻ ഞങ്ങൾക്ക് തന്നു, ആ തന്നുപോയ റമളാനെ നഷ്ടപ്പെടുത്തല്ല റബ്ബേ. ആ റമളാനെ എടുത്ത് കളയല്ല പടച്ചോനെ. അല്ലാഹുവേ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, അത് എടുത്തു കളയാതെ, അത് മാറ്റിവെക്കാതെ, അത് ഇല്ലാണ്ടാക്കാതെ, അത് വിഷമത്തിലാക്കാതെ പടച്ചോനെ കരുണക്കടലായ അല്ലാ നീ സന്തോഷം തരണേ അല്ലാ. തന്നുപോയ ഈമാൻ, ഖുർആൻ ഓതാൻ തന്ന ഈമാൻ, നിസ്കരിക്കാൻ തന്ന ഈമാൻ, സ്വതക്ക ചെയ്യാൻ തന്ന ഈമാൻ, സക്കാത്ത് കൊടുക്കാൻ തന്ന ഈമാൻ, അല്ലാഹുവേ നീ അതിനെ ഒന്നും തട്ടിക്കളയല്ലേ റബ്ബേ. അതിനെ ഒന്നും പാഴാക്കല്ല റബ്ബേ. അതിനെ ഒന്നും വേവലാതിയിലാക്കല്ലേ റബ്ബേ. ഇല്ലേ, തന്ന ഈമാന ഒരിക്കളല്ലേ. ഈ 3 ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണോ? നിങ്ങളുടെ ജീവിതം മെച്ചമാണ്. അല്ലാഹുവേ ചൊല്ലാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും എല്ലാം 33 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. ഇന്നത്തെ ഈ രാത്രി ഓരോ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു തരും. മാ സഅലല്ലാഹ് ഫീഹാ സായിലുൻ ഇല്ലാ അഅതാ. ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതു വലിയ പ്രയാസമാണോ, ഏതു വലിയ സങ്കടമാണോ, ആ സങ്കടവും ആ പ്രയാസവും എല്ലാം വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ നല്ല നിയ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് ചോദിച്ചാൽ ഇല്ലാ അഅതാഹു, അല്ലാഹു അത് കൊടുക്കാതെ ഇരിക്കൂല. നിങ്ങൾക്കെല്ലാം റബ്ബിനോട് ചോദിക്കാൻ പറ്റിയ ഒരു ദിവസമായത്. എല്ലാം റബ്ബിനോട് പറയാൻ പറ്റിയ ഒരു ദിവസമായത്. ഹബീബ് കരഞ്ഞ ദിവസങ്ങളാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹത ശജറത്തി യുസല്ലി വയബ്കാ ഹത്താ അസ്ബഹ. പരിശുദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹ്ത ശജറത്തി യുസല്ലി, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുകയാണ്. വയബ്കാ ഹത്താ അസ്ബഹ. നബി തങ്ങൾ അള്ളാഹിനോട് പറയാൻ വല്ലാതെ കരയുകയാണ്. ബദറിന്റെ ഇന്നതാ ബദറിലേക്ക് പോയാൽ ഒരു പള്ളി കാണാം. ഉംറയ്ക്ക് പോകുന്നവരൊക്കെ കാണുന്ന ഒരു പള്ളി, ഇറങ്ങുന്ന പള്ളി മസ്ജിദുൽ അരീഷ് എന്നാണ് ആ പള്ളിയുടെ പേര്. ആ പള്ളിയും ഇരിക്കുന്ന സ്ഥലത്തൊരു വൃക്ഷമായിരുന്നു. അവിടെയാണ് ബദറിന്റെ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നു കൊണ്ട് നിയന്ത്രിച്ചിരുന്ന സ്ഥലം. അല്ലേ, ബദറിൽ പോകുന്നവര് മസ്ജിദുൽ അരീഷിൽ ഇറങ്ങും. അതിന്റെ ഒരു ഭാഗത്താണ് ഹബീബിന്റെ സ്വഹാബത്തിന്റെ അണക്കെട്ടുള്ളത്. ബദറിൽ പങ്കെടുത്തവരെ പറ്റി നമുക്കെന്തറിയാം? മഹാനരായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കാണ്, മാ തഅദൂന അഹ്ല ബദരിൻ ഫീകും റസൂലല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ബദരീങ്ങളുണ്ട് നബിയേ? 313 ബദരീങ്ങളാണ് സ്വഹാബ. അല്ലേ, ശത്രുക്കളായിരം മട്ടാണ്, ശക്തി ആയുധ സാമഗ്രി ജോറാണ്, മുത്തുനബി സൈന്യം കുറവാണ്, വെറും 313 പേരാണ്. നബി തങ്ങൾ എത്രയാണ്? ഹബീബിന്റെ കൂടെ 313 വരുന്ന പ്രിയപ്പെട്ട സ്വഹാബാ കിറാമാണ്. മലക്ക് ജിബ്രീൽ വന്നിട്ട് ചോദിച്ച ചോദ്യമോ, മാ തഅദൂന അഹ്ല ബദരിൻ ഫീകും റസൂലല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ നബിയേ ബദരീങ്ങൾ എത്ര പേരാണ്? ലക്ഷക്കണക്കിന്. അള്ളാന്റെ ഹബീബിന് 1,00,000 പുരം സ്വഹാബത്തുണ്ട്. പക്ഷെ ബദറിൽ പങ്കെടുത്തവർ 313 ആണ്. ബദറിൽ പങ്കെടുത്തവർ 313 എന്നാൽ ചില ആളുകളുണ്ട്, ചില സ്വഹാബത്ത് ബദറിൽ പങ്കെടുക്കാതെ ബദറിൽ പങ്കെടുത്ത പ്രതിഫലം അല്ലാഹുവിന്റെ ഹബീബ് അവർക്ക് എണ്ണിക്കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കാനുള്ളതാ അല്ലേ? ബദർ ഇങ്ങനെ പാടുമ്പോ കാണാം, അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദ
حمدا له بالآبد صلى على محمد والآل وسلام الله എന്നിങ്ങനെ പാടി വന്നിട്ട് പിന്നെ ബദൽ പങ്കെടുത്ത ആള് അബൂബക്കറിൻ ഉമറു ഉസ്മാനു സുമ്മ ഹൈദറു. മൂന്നാമത് എണ്ണിയിട്ടുള്ള ആളാരാ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മൂന്നാമത് എണ്ണിയിട്ടുള്ള ആൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളാ. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല. ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ബദറിൽ പങ്കെടുക്കാതെ ബദരിങ്ങളുടെ പ്രതിഫലം കിട്ടിയ ഒരു വ്യക്തിത്വമാണ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലേ? അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ, ഇന്നലിൽ മദീനത്തി റിജാൽ മാ സിർതും മസീറ വലാ ബാദിയാ ഇല്ലാ കാനൂ മഅകും ഇല്ലാ അശ്റകൂകും ഫിൽ അജ്രി നബിയുനാ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നലിൽ മദീനത്തി റിജാലൻ, മദീനയിൽ കുറെ സ്വഹാബത്തുണ്ട്, മാ സിർതും മസീറ വലാ വാദിയാ, നിങ്ങൾ നടന്നതുപോലെ അവർ നടന്നിട്ടില്ല, നിങ്ങൾ സംസാരിച്ചതുപോലെ അവർ സംസാരിച്ചിട്ടില്ല, നിങ്ങൾ മലഞ്ചെരുവുകളെ താണ്ടി നടന്നു പോയ അത്രയും അവർ നടന്നിട്ടില്ല. ഇല്ലാ കാനൂ മഅകും, അവർ നിങ്ങളോടൊപ്പമാണ്. ഇല്ലാ അശ്റകൂകും ഫിൽ അജ്രി, അവർ ബദറിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും പ്രതിഫലം ലഭിക്കുന്നവരിൽ അവരും ബദരീങ്ങളുടെ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി ഞങ്ങൾ പറഞ്ഞൊരു വാക്കാണ്. അവര് ബദറിൽ പങ്കെടുത്തിട്ടില്ല, എന്നാലും അവർ ബദരീങ്ങളുടെ അതേ ബലം കിട്ടും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്, അള്ളാഹു ആരോഗ്യം തന്ന സമയത്ത് നിസ്കരിക്കുന്നവർ, അള്ളാഹു തന്റെ ഇടം തരുന്ന സമയത്ത് നിസ്കരിക്കുന്നവർ, അള്ളാഹു കാഴ്ച തരുന്ന സമയത്ത് ഖുർആൻ കണ്ടുകൊണ്ട് ഓതുന്നവർ, അവര് പിന്നീട് ഒരു സമയത്ത് വയസ്സാകുമ്പോ പറയൂസ്താദേ, കണ്ണിന് കാഴ്ച കിട്ടുന്നില്ല, കാലുകൊണ്ട് നടക്കാൻ കഴിയും, തിരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഉമ്മ, നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ കണ്ട് ഖുർആൻ ഓതിയ ഉമ്മയാണെങ്കിൽ ഇന്ന് നിങ്ങൾ തപ്പിത്തടഞ്ഞ് ഓതുമ്പോ അന്ന് ആരോഗ്യത്തോടെ ഓതിയ പ്രതിഫലം അല്ലാഹു തരും. അന്ന് നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിച്ചവരാണ്, ആരോഗ്യമുള്ള സമയത്ത് ഉംറ ചെയ്തവരാ. പിന്നെ ഒരു ആഗ്രഹം വയസ്സാകുമ്പോൾ ഒന്നോടെ ഉംറയ്ക്ക് പോകാൻ. എന്നാൽ നിങ്ങൾ വയസ്സാം കാലത്ത് ഉംറയ്ക്ക് പോകുമ്പോഴും അന്ന് നിങ്ങൾ ആരോഗ്യത്തോടെ ഉംറ ചെയ്തല്ലോ, ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളുടെ സ്വർണ്ണമൊക്കെ വിറ്റ് നിങ്ങൾ പോയല്ലോ, ആ പ്രതിഫലം ആ ആരോഗ്യമില്ലാത്ത സമയത്ത് ചെയ്യുമ്പോ അള്ളാഹു തരുന്നാണ്. ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരം മുടങ്ങാതെ വയസ്സായി കാലനക്കാൻ വയ്യ, വെരിക്കോസാണ്, വല്ല വെരിക്കോസിന്റെ രോഗം വന്ന ഒരുപാട് ആളുകളില്ലേ, നമുക്ക് അറിയാവുന്നവരുണ്ട്, നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾക്ക് പടച്ചതമ്പുരാൻ ശിഫ കൊടുക്കട്ടെ. അത്തഹിയ്യാത്തിരിക്കാൻ പറ്റൂല, കാല് വേദനയാണ്, എന്നാൽ മുമ്പേ നിസ്കരിച്ച് കടന്നു വന്നവരാണ്, ഇപ്പൊ അത്തഹിയ്യാത്തിരിക്കാൻ വയ്യ. എന്നാൽ ഇപ്പൊ നിങ്ങൾ അത്തഹിയ്യാത്തിരിക്കുന്നതിന്റെ പ്രതിഫലം അന്ന് ആരോഗ്യത്തോടെ നിസ്കരിച്ച അതേ കൂലി അള്ളാഹു തരും. അന്ന് കണ്ട ഖുർആൻ ഓതിയ പ്രതിഫലം തപ്പിത്തടയാ ഓതാൻ വയ്യ, എടുത്തു വെച്ചു, പറ്റണില്ല, ആ ഓതിയ പ്രതിഫലം അല്ലാഹു തരുന്ന ഇല്ലേ? ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ സക്കാത്ത് കൊടുത്തു, ഇപ്പൊ കൊടുക്കാൻ ഒന്നുമില്ല, ഉള്ള സമയത്ത് നിങ്ങൾ കൊടുത്തു. ഇനിയിപ്പോ നിങ്ങളിത് പറയുമ്പോഴും പറയരുത്, എന്ത് ദാരിമി ഉസ്താദ് പിന്നെ ലൈവൊക്കെ അല്ലേ, ഇനിയിപ്പോ നോമ്പൊക്കെ അല്ലേ, വല്ലതും കിട്ടാൻ വേണ്ടിയാ, അങ്ങനൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഇന്നവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് പറയാൻ, നമുക്കുള്ളൊരു സമയത്ത് ഒരു 500 ആകട്ടെ, ഒരു 1000 ആകട്ടെ, നിങ്ങൾ ഒരാൾക്കൊന്ന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോ വയസ്സാം കാലത്ത് ഒന്നുമില്ല, മക്കളൊന്നും ഇപ്പൊ തരുന്നില്ല, 5 രൂപയുള്ളൂ, ബക്കറ്റിലിട്ടു, ഇന്ന് നിങ്ങൾ 1000 സ്വതക്ക ചെയ്ത പ്രതിഫലം അല്ലാഹു തആല തരുകയാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞ, ഇന്നലിൽ മദീനത്തി റിജാലൻ മാ സിർതും മസീറാ വലാ ബാദിൻ ഇല്ലാ കാനൂ മഅകും ഇല്ലാ അശ്റകൂകും ഫിൽ അജ്രി. മദീനത്തെ ചില സ്വഹാബത്തിന്റെ അവർ ബദറിൽ വന്നിട്ടില്ല, എന്നാലും സ്വഹാബ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ അവർ നിങ്ങളെ പോലെയാണ് സ്വഹാബ. അതിൽപ്പെട്ട മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ബദറിലേക്ക് വന്നിട്ടില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, ബദറിലേക്ക് ഒന്ന് കടന്നു വന്നിട്ടില്ല. എന്തുകൊണ്ട്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഉമ്മുൽ കുൽസുവിനെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട പൊന്നുമകള് റസൂലുള്ളാഹിന്റെ മകള് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുഖമില്ലാതെ വീട്ടിൽ കിടന്നപ്പോ തന്റെ ഭാര്യക്ക് കൂട്ടിരുന്നവരാണ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ.
യുദ്ധത്തിനാണ് പോകുന്നതെന്ന് ഉസ്മാൻ തങ്ങൾ അറിഞ്ഞില്ല, എന്നാ ചാടി വീഴും. യുദ്ധത്തിനാന്ന് അറിഞ്ഞില്ല, എന്നിട്ട് പോലും അവിടെ നിന്ന് കടന്നുപോയി. തന്റെ ഭാര്യയ്ക്ക് രോഗത്തിന് വേണ്ടി രോഗം മാറാൻ കാത്തിരുന്ന മഹാനുഭാവൻ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അവിടെയുള്ള ചില സ്വഹാബത്തിന് ബദൽ പങ്കെടുത്ത അതേ പ്രതിഫലമുണ്ട്. എന്തിനേറെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് മലക്ക് ജിബ്രീൽ ചോദിക്കുകയാണ്, നബിയേ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായവരാരാന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ. അല്ലാഹുവേ, മുസ്ലിമീങ്ങളിൽ അഫ്ളലായവരാരെന്നറിയോ? മുസ്ലിമീങ്ങളിൽ അഫ്ളലായവര് അത് ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാരാ. അവരെ കഴിഞ്ഞിട്ടേ മറ്റു സ്വഹാബത്തുള്ളൂ. ബദറിൽ സ്വഹാബത്ത് ലക്ഷക്കണക്കിനുണ്ട്, എന്നാൽ അവരിൽ പ്രമുഖരാണ്. നബി തങ്ങൾ പറയും, അവരിൽ പ്രമുഖർ ബദറിൽ പങ്കെടുത്തവരാണ്. മലക്ക് ജിബ്രീൽ വിട്ടില്ല, ചോദിച്ചു, യാ റസൂലല്ലാഹ് വകദാലിക മിൻ ശഹദ ബദർ വകദാലിക മിൻ ശഹദ ബദർ. അല്ലാഹുവേ, മിനൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഇറക്കി സഹായിച്ചിട്ടില്ലേ നബിയേ? ആദ്യം എങ്ങനെ അല്ലാഹുവേ 3000 2000 അങ്ങനെ മാലാകമാരെ അല്ലാഹു ഇറക്കി തന്നിട്ടില്ലേ നബിയേ? യാ റസൂലല്ലാഹ്, അപ്പോഴെങ്ങനാണ് ശരിയാവുക? നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭാഗത്ത് ലക്ഷക്കണക്കാന മാലാകമാരുണ്ട്, കോടിക്കണക്കാന മലക്കുകളുണ്ട്. അങ്ങനെ കോടിക്കണക്കാന ലക്ഷക്കണക്കാന മാലാകമാരുള്ള ആ പവിത്രമായ മലക്കുകളുടെ കൂട്ടത്തില് അന്ന് ബദറിൽ ഇറങ്ങി വന്ന മലക്കുകളെക്കാൾ പൗരുഷമുള്ളവർ മറ്റാരുമില്ല. മലക്കുകളുടെ കൂട്ടത്തിൽ സിദ്റത്തുൽ മുന്തഹ അറിയില്ലേ? അതൊരു വൃക്ഷമാണ്. അതിന്റെ ഒരു ഇലയുടെ വലിപ്പം ആനയുടെ ചെവിയുടെ വലിപ്പാണ്. ആ ഒരു ഇലയിൽ തന്നെ ലക്ഷക്കണക്കാന മാലാകമാരുണ്ട്. ആ സിദ്റത്തുൽ മുന്തഹയിലുള്ള മാലാകമാർക്ക് ഒരൊറ്റ ദിവസമേ ഡ്യൂട്ടിയുള്ളൂ. അവരെന്നാണ് വരുന്നത് എന്നറിയോ? ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ അന്നത്തെ രാത്രിയാണ്. അല്ലേ? ഈ ചില ഈ മിലിറ്ററികള് അല്ലേ, അവർക്ക് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ മിലിറ്ററിയിൽ മാത്രം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മാത്രമുള്ള ജോലിയുള്ളൂ. അതേപോലെ ചില മലക്കുകൾക്ക് ചിലപ്പോ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും ജോലി ഉണ്ടാവുക. സിദ്റത്തുൽ മുന്തഹയിലുള്ള ആ വൃക്ഷത്തിലുള്ള മാലാകമാർ ഇറങ്ങി വരുന്ന എപ്പോഴാ? പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ. അതിന് 27 എന്ന് പറഞ്ഞ് കാത്തിരിക്കണ്ട, ഒറ്റയായ രാത്രികളിൽ പ്രതീക്ഷിക്കണം. ആ മാലാകമാര് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയം മാ സഅലല്ലാഹു ഫീഹാ സായിലുൻ ഇല്ലാ അഅതാ. റബ്ബിനോട് നല്ല മനസ്സോടെ ചോദിച്ചു പോയാൽ അള്ളാഹു തട്ടിക്കളയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മലക്കുകളുടെ കൂട്ടത്തിൽ അഫ്ളലായവർ ബദറിൽ പങ്കെടുത്തവരാ. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അഫ്ളലായവർ ബദറിൽ പങ്കെടുത്തവരാണ്. അങ്ങനെ വേദനയോടുകൂടി കടന്നു വന്നതല്ലേ അള്ളാന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കടന്നു വന്നു. സ്വഹാബത്തിനെ വരിവരിയായിട്ട് നിർത്തുകയാണ്, അങ്ങനെ അണിയണിയായിട്ട് നിർത്തുകയാണ്. ആ സമയം റസൂലുള്ളാഹി നോക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഹബീബ് എവിടത്തേക്കാണ് നോക്കുന്നത് എന്നറിയോ? സ്വഹാബത്തിലേക്ക്. ആരെയാണെന്നറിയുമോ? കാരണം ഇസ്ലാമിന്റെ പതാക ഏൽപ്പിക്കണമല്ലോ. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർകൊടി മോണ്ടെണ്ണം കേട്ടിടയതിലുണ്ടേ അബിയൽ വർണ്ണമതാം പിൻ രണ്ടും അസുവതുമാമേ. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായി അന്നേരം വളർകൊടി മോണ്ടെണ്ണം കേട്ടിടയതിലുണ്ടേ അബിയൽ വർണ്ണമതാം പിൻ രണ്ടും അസുവതുമാമേ. ഇസ്ലാമിന്റെ പരിശുദ്ധമായ കൊടി കൊടുക്കാൻ, ആ കൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുകയാണ്. എവിടെയാണ് മിസ്അബ് ബിൻ ഉമൈർ, വില്ലാളി വീരനായ ധീരനായ ശൂരനായ മിസ്അബ് ബിൻ ഉമൈർ എവിടെ? അല്ലാഹുവേ, അള്ളാന്റെ പ്രവാചകരുടെ മുമ്പിലേക്ക് 3 കൊടികളുണ്ട്. ഈ കൊടികൾ ആരുടെ കയ്യിലാണ് റസൂലുള്ള കൊടുക്കുക? സ്വഹാബത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും വരിവരിയായി നിൽക്കുന്ന
വിളിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഈ വെള്ള പതാക ആരുടെ കയ്യിൽ കൊടുക്കും? അപ്പൊ റസൂലുള്ള ചോദിച്ചു, ഐന മുസ്അബ് ഇബ്നു ഉമൈർ. അപ്പൊ തന്നെ വിളിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആരെയെങ്കിലും വിളിച്ചാൽ അത് സ്വഹാബത്തിന് വലിയ സന്തോഷമല്ലേ? ഉടൻ തന്നെ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്. ഈ മുസ്അബ് ഇവിടെ ഉണ്ട് നബിയേ, ഈ മുസ്അബ് ഇബ്നു ഉമൈർ ഇവിടെ ഉണ്ട് നബിയേ, ലബ്ബൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചെന്നു. ഈ കുടിയങ്ങ് പിടിക്കണം മുസ്അബ് ഇബ്നു ഉമൈർ. പിന്നെ റസൂലുള്ള ചുറ്റുഭാഗത്ത് നോക്കുകയാണ്. സ്വഹാബത്ത് ഇങ്ങനെ കാക്കുന്നുണ്ട്. രണ്ട് കൊടിയിന് ബാക്കിയുണ്ട്. അബിയൽ വർണ്ണമതാ പിൻ രണ്ടും അസ്വദുമാമേ. ഇനി രണ്ട് കൊടിയുണ്ട്. അതാരുടെ കയ്യിലാണ് കിട്ടുക എന്ന് സ്വഹാബത്ത് കാത്തിരിക്കുമ്പോ എല്ലാവരും മനസ്സിൽ എന്നെ വിളിക്കോ റസൂലുള്ളാഹ്. പെട്ടെന്ന് നബി തങ്ങൾ ചോദിക്കുന്നു, വില്ലാളി വീരനായ ശൂരനായ ഖൈബറിന്റെ കോട്ടവാതിൽ പിടിച്ച് യുദ്ധം ചെയ്ത പരിശുദ്ധരായ അലിയൻ കറമഹുല്ലാഹ്, ഐന അലി ഇബ്നു അബീ ത്വാലിബ്, എന്റെ അലിയാരെവിടെ? കേട്ടപാട് മുന്നിലേക്ക്, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് നബിയേ. അലിയുടെ കണ്ണു നിറഞ്ഞു. എന്നെ റസൂലുള്ള വിളിച്ചോ? ഓടി മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ ചെന്നു. ഇനി ഒരു കൊടി ബാക്കിയാണ്. സഹാബത്ത് എന്നെ വിളിക്കോ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമ്പോൾ നബി തങ്ങൾ ചോദിക്കുന്നു, ഐന സഅദ്, എന്റെ സഅദ് എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, നബിയേ ഞാനിവിടെ ഉണ്ട് റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയെ എന്ന് പറഞ്ഞിട്ട് മഹാനായ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ചെന്ന് 3 പേരുടെ കയ്യിൽ അബിയൽ വർണ്ണമദാം പിൻ രണ്ടും അസ്വദുമാമേ, 2 കൊടിയങ്ങ് കൊടുത്തു. 3 പേരും പിടിച്ചു. അവരെത്ര ഭാഗ്യവാന്മാർ. എന്നിട്ട് റസൂലുള്ള സ്വഹാബത്തിനെ വരിവരിയായി നിർത്തി. ക്യാപ്റ്റനാണ് ഹബീബ്. സ്വഹാബത്തിനെ വരിവരിയായി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് പോകുമ്പോൾ സഫ് റെഡിയാക്കി നിർത്തുന്നതിൽ വലിയ ബറക്കത്തുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ കയ്യില് ഒരു പൊട്ടിയ ഒരു അമ്പുണ്ട്, ഒടിഞ്ഞ വരമ്പുണ്ട്. സ്വഹാബത്തിന്റെ വരിയിലൂടെ റസൂലുള്ള സഫിങ്ങനെ റെഡിയാക്കി പോകുമ്പോ അതാ ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ എല്ലാവരും കേട്ടതാണെങ്കിൽ ഇന്ന് കേൾക്കുന്നതിൽ ബറക്കത്തുണ്ട്. സവാദ് റളിയല്ലാഹു അൻഹു വയറ് കുറച്ച് ചാടിയ മനുഷ്യനാണ്. അവിടെ നിന്ന് കാല് കുറച്ച് മുന്തി നിൽക്കുന്നുണ്ട്. റസൂലുള്ള ചോദിച്ചു, അല്ല സവാദേ, എല്ലാവരും വരിവരിയായി നിൽക്കുമ്പോ ഇതെന്ത് നൃത്തമാണ്? അങ്ങോട്ട് കയറി നിൽക്കൂ സവാദേ എന്ന് പറഞ്ഞ് ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് സവാദ് റളിയല്ലാഹു അൻഹുവിനെ വടികൊണ്ടെന്ന് കുത്തി. ഇത് സവാദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ ഉരത്തിയ മൗലൽ ഉറബ ഉശ്രിയങ്ങൾ യാ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാഹ് പെരിയോനോ മൈറക്കൈ പേശും ജിന്നിൻ സിടക്കൈ പിരിശം റസൂലദാക്കൈ യാ സഫിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെ വടി കൊണ്ട് കുത്തിയിട്ട് മാറ്റി നിർത്തിയപ്പോ സവാദ് റളിയല്ലാഹു പറഞ്ഞു, നബിയേ എന്റെ ശരീരത്തെ വടികൊണ്ട് കുത്തിയത് എനിക്ക് വേദന ഉണ്ട് നബിയേ, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചോദിക്കണം റസൂലേ. ബർഷായി റഹ്മത്തിനല്ലാഹ് ബഅസാക്കിയുള്ളതല്ല, വരുത്തപ്പെടുത്താനല്ല യാ നജി അല്ലാഹ്. തരിത്തപ്പഴുതൂതർ ചൊന്ന് സവാദേ നീ ചൊല്ലുവതന്ന ത്വാഗാവേ ഉങ്കൾ എന്നെ സഫദിൽ സബ്കാ അത് ത്വാഗാ ഉങ്കളത്തി ഖിദ്ഹാലേ വണ്ടു കുത്തി കവായത്ത് കൈമശത്തിൽ ആക്കിടാം നബിയേ. റസൂലേ വടികൊണ്ട് കുത്തിയതുകൊണ്ട്
എനിക്ക് തിരിച്ചു കുത്തണം നബിയെ. യാ റസൂലല്ലാഹ്, അങ്ങ് എന്നെ കുത്തിയപ്പോ എനിക്ക് വേദനിച്ചു നബിയെ. ഉദരം വല്ലാവരുത്തം ഉള്ളവായി അതു നിമിത്തം ഉള്ളം നാലതു പൊരുത്തം ആക്കിടാം നബിയേ. റസൂലേ, വേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കുത്തണം നബിയേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറയുന്നു, അതിനെന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വേദനപ്പെട്ട് നിൽക്കുന്നുണ്ട്, സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഉമർ പറഞ്ഞു, അല്ലയോ സവാദേ, എന്നെ ഉപദ്രവിച്ചോ? പറ്റൂല. ചരിത്രം സുദീർഘമാണ്, ചുരുക്കി പറയാ. അവസാനം അവിടെ നിന്ന് വടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ വടി കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ആ വടി എങ്ങനെ പിടിച്ച റസൂലുള്ളാന്റെ മുമ്പിൽ നിൽക്കുന്ന സവാദ് പറഞ്ഞു, പറ്റൂല നബിയേ, ഈ ഖമീസ് ഒന്ന് പൊക്കുമോ നബിയേ? അന്ന് ബദറിന്റെ രണാങ്കണത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ശരീരത്ത് ഒരു വസ്ത്രം ഇല്ലായിരുന്നല്ല നബിയേ, ഈ ഖമീസ് മാറ്റണം നബിയേ. നൈനാർ നബി താഹ കമീസൈ കേറ്റി വിളിന്ത് സവാദോടങ്ങടുത്തു തീറ്റി. നൈനാർ നബി താഹ കമീസൈ കേറ്റി നബിണ്ട് സവാദോടങ്ങടുത്തു തീറ്റി. റസൂലുള്ളാന്റെ അരികത്ത് ചെന്നിട്ട് ആ കമീസ് അങ്ങ് പൊക്കിയപ്പോ വടിയങ്ങ് വലിച്ചെറിഞ്ഞു നബിയെ. അവിടത്തെയോട് പ്രതികാരം ചോദിക്കാനോ നബിയെ? അവിടത്തെയെ കളിയാക്കാനോ നബിയെ? അവിടത്തെയെ കുറ്റപ്പെടുത്താനോ റസൂലല്ലാഹ്? ഒരിക്കലും ഞാനില്ല നബിയെ എന്ന് പറഞ്ഞ് അല്ലാഹുവേ, പടച്ചോനെ, വല്ലാത്ത സങ്കടത്തോടെ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് വാരിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് റസൂലല്ലാഹ്, അവിടത്തെയെ വേദനിപ്പിക്കാൻ ഈ പാവപ്പെട്ട സവാദിന് കഴിയോ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അങ്ങനെ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാണ്. ശത്രുക്കളായിരം മട്ടാണ്, ശക്തി ആയുധ സാമഗ്രി ജോറാണ്, മുത്തു നബി സൈന്യം കുറവാണ്, വെറും 313 പേരാണ്. ശത്രുക്കൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. നല്ല തണ്ടിയും തടവുമുണ്ട്. റസൂലുള്ള സുജൂദിൽ കിടന്ന് ദുആ ചെയ്തു, റബ്ബേ, എന്റെ സഹാബത്ത് പാപങ്ങളാണ്, അതുകൊണ്ട് അല്ലാഹ് നിന്റെ സഹായമുണ്ടാകണം, നിന്റെ സഹായമുണ്ടാകണം. ബദറിലേക്ക് കടന്നു. നിരനിരയായി ആകാശത്തും മലക്കുകൾ ഇറങ്ങിയേ, നിറശുരാ പുരുഷരാം ബദീരീങ്ങളെ. ലക്ഷക്കണക്കിന് അള്ളാഹുവിന്റെ മാലാകമാര് അങ്ങനെ കടന്നു വന്നു. ബദറിൽ അങ്ങനെ പങ്കെടുത്തു. അള്ളാഹുവിന്റെ ഹബീബിനും സമുദായത്തിനും ഹബീബിനും കൂട്ടുകാർക്കും വിജയം ഭരിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ബദറിന്റെ സന്തോഷം അങ്ങനെയാണ്. അതുകൊണ്ട് പരിശുദ്ധരായ ബദരീങ്ങളെ ഇഷ്ടപ്പെട്ട് ഒരുപാട് പറയാണ്ട് ഞാൻ ഒരുപാടൊന്നും വിശദീകരിക്കുന്നില്ല. ബദറിന്റെ രാവാണ്. ഉമ്മമാര് പത്തിരിണ്ടാക്കാനുള്ള തിരക്കൊക്കെ ഉണ്ടാകും. നന്മക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉമ്മമാരാ. അള്ളാഹുവേ, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ, സന്തോഷം പ്രദാനം ചെയ്യണേ റബ്ബേ. ഖൈറിന്റെ വഴികളിലൂടെ നന്മകളിലൂടെ മുന്നോട്ട് പോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഖൈറായ നന്മകളായ സന്തോഷത്തിന്റെ വഴികളെ നീ ഒരുക്കി കൊടുക്കണേ അല്ലാ. ഈമാനിന്റെ മാധുര്യം കൊടുക്കണേ അല്ലാ. സന്തോഷം നിറക്കണേ റബ്ബേ. ഖൈറായ വഴികൾ കൊടുക്കണേ അല്ലാ. ഇതിലൂടെ ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ റബ്ബേ.